Next topic, debenture. Debenture. It is a document issued by the company under its common seal for acknowledging its debt. The word debenture is derived from the Latin word debere. What do you mean by debere? Debere means to borrow. കടം വാങ്ങാം. അപ്പോൾ ഡിബഞ്ചർ എന്ന് വെച്ചാൽ കമ്പനി കടം വാങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ്. ഷെയറും ഡിബഞ്ചറും രണ്ടും ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളാണ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ബോറോവേഴ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലിമിറ്റഡ് എന്ന് പറയുന്നത് കമ്പനി. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു 10,000 രൂപ വായ്പ വാങ്ങി, ബോറോ ചെയ്തു. ബാബു എന്ന് പറയുന്ന വ്യക്തിക്ക് എ ലിമിറ്റഡ് ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യും. ആ ഡോക്യുമെൻറ്റിൽ കമ്പനി പറയും കമ്പനി നിങ്ങൾക്ക് 10,000 രൂപ കടപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് കമ്പനിയുടെ കോമൺ സീലോട് കൂടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് ഈ ബാബുവിന് ഇഷ്യൂ ചെയ്യും. ആ ബാബുവിൻ്റെ കയ്യിൽ ഈ 10,000 കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തതിനുള്ള പ്രൂഫാണ് ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻറ്റിനെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ ഡെപ്റ്റ് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഈ ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ കളക്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റാണ്. ലാറ്റിൻ വേർഡായിട്ടുള്ള ഡിബേർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിബഞ്ചർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഡിബേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബോറോ എന്നാണ് പറയുന്നത്. ടു ബോറോ, വായ്പ വാങ്ങുക. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ബോറോവേഴ്സും ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓണേഴ്സുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ കോമൺ സീലോട് കൂടിയിട്ടായിരിക്കും കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്ന. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ്? ഷെയർ വേഴ്സസ് ഡിബഞ്ചർ. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഫസ്റ്റ് പറഞ്ഞു. മെയിനായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റിയൽ ഓണേഴ്സായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ബോറോവേഴ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാകുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അത്തരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സുകളൊന്നും കിട്ടില്ല. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റാണ് കിട്ടുന്നത്, ഷെയറിൻ്റെ ഡിവിഡൻ്റാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ബോറോവേഴ്സാണ്, അവർക്ക് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ലുക്ക് അറ്റ് ദ മെയിൻ ഡിഫറൻസ്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദ പ്രൊപ്രൈറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ഫസ്റ്റ് വൺ, ഷെയർ ഹോൾഡേഴ്സ് ആർ ദ പ്രൊപ്രൈറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ബട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ഷെയർ ഹോൾഡേഴ്സ് പ്രൊപ്രൈറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. എന്ന് വെച്ചാൽ കമ്പനി ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആളുകളാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞ കമ്പനിയുടെ പ്രൊപ്രൈറ്റേഴ്സ്, ഓണേഴ്സായിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. പ്രോഫിറ്റ് ഷെയർ ഡിവിഡൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്നാൽ ഡിബഞ്ചർ എന്ന് പറയുന്ന ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയും. ഈ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് കിട്ടുന്നതായിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ദെൻ ഷെയർസ് പറയുന്നത് ഓൾവേസ് അൺസെക്യൂർഡ് ആണ്. കമ്പനി നഷ്ടത്തിലായാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല, അൺസെക്യൂർഡ് ആണ്. ബട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഇൻട്രസ്റ്റ്, കമ്പനി ലാഭത്തിലോ നഷ്ടത്തിലാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ദേ ആർ മോസ്റ്റ്ലി സെക്യൂർഡ്. അവർ മോസ്റ്റ്ലി സെക്യൂർഡ് ആണ്, സുരക്ഷിതരാണ്. ദെൻ ഷെയർസ് റൈറ്റ് ടു അറ്റൻഡ് മീറ്റിംഗ് ആൻഡ് വോട്ട്. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം, മീറ്റിങ്ങിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വോട്ടിംഗ് റൈറ്റും ഉണ്ട്. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ് ആൻഡ് അറ്റൻഡ് ടു മീറ്റിംഗ്. അവർക്ക് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വോട്ടിംഗ് റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ദെൻ സിക്സ്ത് വൺ, ലാസ്റ്റ് ക്ലെയിം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ദെൻ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലെയിം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. Then no charge on the asset of the company. Charge is created on the assets of the company. Then except redeemable preference shareholders
others will get their money back only at the time of liquidation. Then debenture holders can get back their money at the time of redemption except redeemable preference shareholders. Redeemable preference shareholders ഒഴികെ others will get their money back only at the time of liquidation. ബാക്കി എല്ലാ ആളുകൾക്കും അവരുടെ ഷെയറിൻ്റെ ക്യാഷ് കിട്ടുന്ന കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് മാത്രമായിരിക്കും. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരാവശ്യപ്പെടുന്ന സമയത്ത് ഷെയറിൻ്റെ പൈസ കിട്ടും, അവർ കൊടുത്ത കമ്പനിയിൽ കൊടുത്ത പൈസ കിട്ടും. ബാക്കി എല്ലാവർക്കും കമ്പനി ലിക്വിഡേഷൻ പിരിച്ചുവിടുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ ക്യാഷ് കിട്ടുള്ളൂ. എന്നാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ ഡിബഞ്ചർ വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 5 എണ്ണം പഠിക്കുക. ഷെയർ വേഴ്സസ് ഡിബഞ്ചേഴ്സ്, ഫസ്റ്റ് 5. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് അത് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്: സെക്യൂർ ഡിബഞ്ചേഴ്സ്, അൺസെക്യൂർ ഡിബഞ്ചേഴ്സ്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, redeemable debentures, irredeemable debentures, registered bearer debentures, first mortgage debentures, second mortgage debentures. Types of debentures. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് പഠിച്ചു വെക്കുക. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നേരത്തെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു. അത് ലംസമായിട്ടും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും. ലംസമായിട്ടും എന്ന് പറഞ്ഞാൽ ക്യാഷ് മുഴുവൻ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാഷ് മുഴുവനായിട്ട് ഒരു ഒറ്റ സമയത്ത് കളക്ട് ചെയ്യുക. ദെൻ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ പല തവണകളായിട്ട് ഷെയറിൻ്റെ വാല്യൂ കളക്ട് ചെയ്യുക. ഹിയർ അതേപോലെ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ ഡിബഞ്ചറുകളും കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. ലംസമായിട്ടും ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടും കമ്പനി ഇത് കളക്ട് ചെയ്യുന്നു. ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഈ 2 മെത്തേഡിൽ കമ്പനി ഡിബഞ്ചർ എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ദ പ്രൊസീജിയർ ഫോർ ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് സെയിം ആസ് ഫോർ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതാണ് ഇവിടെ പറയുന്നത്. ഇഷ്യൂ ഓഫ് ഷെയർസ് എങ്ങനെയാണ് നടത്തുന്നത് അതേപോലെ തന്നെയാണ് ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ പ്രൊസീജിയറും. ദ ഇൻറ്റൻഡിങ് ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ഫോർ ദ ഡിബഞ്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. ആരാണോ കമ്പനിയിൽ ഡിബഞ്ചർ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഡിബഞ്ചർ വേണമെങ്കിൽ നിങ്ങൾ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ദ കമ്പനി മേ ഐദർ ആസ്ക് ഫോർ ദി എൻറ്റയർ എമൗണ്ട് ടു ബി പെയ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഓർ ബൈ മീൻസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് ആൻഡ് വേരിയസ് കോൾസ്. കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനി ലംസം എമൗണ്ട് മുഴുവൻ എമൗണ്ട് ഒരുമിച്ച് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെ ഈ രീതിയിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും കമ്പനിയിലേക്ക് പണം അടക്കാവുന്നതാണ്. ദെൻ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. ഈ ഡിബഞ്ചർ പാർ വാല്യൂവിൽ, പ്രീമിയത്തിൽ, ഡിസ്കൗണ്ടിലും ഒക്കെ ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. പാറിൽ ഇഷ്യൂ ചെയ്യുന്ന കഴിഞ്ഞാൽ ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ അത് 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് പാറിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയും. ആ 10 രൂപയുടെ ഡിബഞ്ചർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ അത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയും. ദെൻ 10 രൂപയുടെ ഡിബഞ്ചർ 9 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുക എന്നാണ് പറയുന്നത്. ദേ ക്യാൻ ആൾസോ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഓർ ആസ് കൊളാട്രൽ സെക്യൂരിറ്റീസ്. ദെൻ ഡിബഞ്ചർ എന്ത് ചെയ്യാം? കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങിയിട്ട്, ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങളൊരു അസറ്റ് വാങ്ങി. ഇപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനി ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങി. ആ ഫർണിച്ചറിന് പകരമായിക്കൊണ്ട്, ആ ഫർണിച്ചറിന് 10,000 രൂപ ഉണ്ടെങ്കിൽ ആ 10,000 രൂപയ്ക്ക് ബദലായിക്കൊണ്ട് നിങ്ങൾ അവർക്ക് ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക, കടപ്പത്രം കൊടുക്കുക. അവർ ക്യാഷിന് പകരം ഫർണിച്ചർ തരുന്നു, നിങ്ങൾ ക്യാഷിന് പകരം അവർക്ക് ഡിബഞ്ചർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ 10,000 രൂപ അവർക്ക് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഫർണിച്ചർ വാങ്ങുന്ന കടക്കാരന് മന്ത്ലി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ക്യാഷിന് പകരം നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചർ ആണെങ്കിൽ. ഓക്കെ, അതിനെയാണ് ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. ക്യാഷിന് പകരമായിക്കൊണ്ട് ഫർണിച്ചർ വാങ്ങിയിട്ടോ മെഷീൻ വാങ്ങിക്കൊണ്ടോ ഒക്കെ ഡിബഞ്ചറുകൾ കൊടുക്കുക. ക്യാഷിന് പകരം ഡിബഞ്ചറുകൾ കൊടുക്കുന്നതിനെയാണ് ഇഷ്യൂ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. ഹിയർ ഈസ് ദ ജേണൽ എൻട്രീസ്. അതിൽ നേരത്തെ നമ്മൾ ഷെയറിൻ്റെ കേസ് പഠിച്ച പോലെ തന്നെ അവിടെ ഷെയർ എന്നാണെങ്കിൽ അതിൻ്റെ പേര് ഇവിടെ ഡിബഞ്ചർ എന്നായിട്ട് മാറും, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഷെയറിൻ്റെ സ്ഥാനത്ത് ഡിബഞ്ചർ എന്ന് കൊടുക്കുക. ഓൺ റിസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഷെയർ ആപ്ലിക്കേഷൻ എന്നായിരുന്നു. ഇവിടെ എന്താ പറയുക? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ.
Okay, on receipt of application money, bank account up to debenture application. Then on acceptance of application, debenture application account up to percentage debenture. അവിടെ പേഴ്സൻറ്റേജ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ആ ഡിബഞ്ചറിൻ്റെ പേരാണ്. എന്ന് വെച്ചാൽ ആ ഡിബഞ്ചർ അറിയപ്പെടുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ്. അപ്പം 9% ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവിടെ എഴുതണം 9% ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു 9% ഡിബഞ്ചർ എന്ന് വെച്ചാൽ ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്. ദെൻ 10% ഡിബഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു 10% ഡിബഞ്ചർ. അപ്പോൾ ആ ഡിബഞ്ചർ തരുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ആ ഡിബഞ്ചർ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ഓൺ മേക്കിംഗ് അലോട്ട്മെൻറ്റ്, എങ്ങനെയാണോ ഷെയറിൻ്റെ കേസിലൊന്നും അതേപോലെ തന്നെ ഷെയറിൻ്റെ സ്ഥാനത്ത് പേര് മാറി ഡിബഞ്ചറായിട്ട് വരും. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട്. ദെൻ അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റി പ്രീമിയം എന്നിവിടെ വരും. ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു 2% ഡിബഞ്ചർ അക്കൗണ്ട്. Then on adjustment of excess debenture application money, ഇനി ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി എക്സസ് ആയിട്ട് ഷെയറിൻ്റെ അതേ കേസ്, ഷെയറിൽ എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്താൽ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുക. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. റീഫണ്ട് ചെയ്യുന്ന കേസിൽ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ബാങ്ക്. നിങ്ങൾ ഈ ഷെയറിൽ എഴുതിയ ആ ജേണൽ എൻട്രീസും ഇതും തമ്മിലൊന്ന് കമ്പയർ നോക്കുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഷെയറിൻ്റെ ജേണൽ എൻട്രീസിൽ ആ പേര് മാറ്റിയിട്ട് ഷെയറിൻ്റെ സ്ഥാനത്ത് ഡിബഞ്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഓക്കെ, ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് അലോട്ട്മെൻറ്റ് മണി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. നേരത്തെ നമ്മളെങ്ങനെ പറഞ്ഞിരുന്നത് ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്ത് പറയുന്നു, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്. കോൾ മണീൻ്റെ കേസിൽ ഓൺ മേക്കിംഗ് കോൾ ഡിബഞ്ചർ കോൾ അക്കൗണ്ട് അപ് ടു എന്ന് വെച്ചാൽ ഷെയർ കോളിൻ്റെ സ്ഥാനത്ത് ഡിബഞ്ചർ കോൾ അക്കൗണ്ട് അപ് ടു പെർസെൻറ്റേജ് ഡിബഞ്ചർ അക്കൗണ്ട്. ഇത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ കോൾ അക്കൗണ്ട്. ദാറ്റ്സ് ഓൾ. ഈ എക്സാമ്പിൾ നോക്കൂ, പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ABC ലിമിറ്റഡ് ഇഷ്യൂഡ് ₹10,000 12% debentures of ₹100 each payable ₹30 on application and remaining amount on allotment. എന്താണ് പറയുന്നത്, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 10,000 ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തു. 10,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. 10,000 ഡിബഞ്ചർ 10,000 രൂപയുടെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അതിൻ്റെ ഇൻട്രസ്റ്റ് 12%. അപ്പോൾ ഡിബഞ്ചറിൻ്റെ പേര് 12% ഡിബഞ്ചർ എന്നാണ് ഡിബഞ്ചർ അറിയപ്പെടുക. 12% ഡിബഞ്ചേഴ്സ്. 100 രൂപയാണ് വില. ഓഫ് ₹100 ഈച്ച്. 10,000 ഡിബഞ്ചേഴ്സ് 100 രൂപ ഈച്ച് ഇഷ്യൂ ചെയ്തു. 30 രൂപ ആപ്ലിക്കേഷൻ്റെ കൂടെ കളക്ട് ചെയ്തു. 30 രൂപ ആപ്ലിക്കേഷൻ്റെ കൂടെ കളക്ട് ചെയ്തു. ബാക്കി വരുന്ന 70 രൂപ, 100ആണ് ടോട്ടൽ വരേണ്ടത്. ആ 100-ൽ 30 രൂപ ആപ്ലിക്കേഷൻ്റെ കൂടെ ബാക്കി 70 രൂപ അലോട്ട്മെൻ്റ് ആയിട്ടും കളക്ട് ചെയ്തു. ഫസ്റ്റ് കാളില്ല, ഇവിടെ അലോട്ട്മെൻറ്റും ആപ്ലിക്കേഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടെ 30-ഉം ബാക്കി 70 അലോട്ട്മെൻ്റ് ആയിട്ടും കളക്ട് ചെയ്തു. എന്നാൽ ഇഷ്യൂ ചെയ്ത് 10,000 ആണെങ്കിൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ പബ്ലിക്ക് അപ്ലൈ ചെയ്തത് 9,000 ഡിബഞ്ചറിന് മാത്രമാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, ആ 9,000 ഫുള്ളായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ റെലവൻറ്റ് അലോട്ട്മെൻറ്റ് മണി വാസ് ഡ്യൂലി റിസീവ്ഡ്. ക്യാഷ് ഫുള്ളായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ജേണൽ എൻട്രി ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്ത് 10,000 ആണെങ്കിലും 9,000-നുള്ള ആപ്ലിക്കേഷനെ റിസീവ് ചെയ്തിട്ടുള്ളൂ. 30 ആപ്ലിക്കേഷൻ മണി. ആ 30 ആപ്ലിക്കേഷൻ മണി വരുമ്പോൾ അപ്പോൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇവിടെ 12% ഡിബഞ്ചറാണ്. അപ്പോൾ 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എന്നാണ് എഴുതുക. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് എന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ഷെയറിൻ്റെ കേസിൽ എങ്ങനെയാണ് എഴുതിയത് അതേപോലെ തന്നെ ഇവിടെ എഴുതുക. ഷെയറിൻ്റെ സ്ഥാനത്ത് ഡിബഞ്ചറിൻ്റെ പേര് കൊടുക്കുക. ഡിബഞ്ചറിൻ്റെ പേര് ഇവിടെ 12% ഡിബഞ്ചർ എന്നാണ്. അപ്പോൾ എന്താ ഫസ്റ്റ് ജേണൽ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. നരേഷൻ ആയിട്ടെന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ മണി ഓൺ 9,000 ഡിബഞ്ചേഴ്സ് റിസീവ്ഡ്. 9,000 ഡിബഞ്ചേഴ്സിന് 30 രൂപ വെച്ച് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്താൽ എത്ര ഉണ്ടായിരിക്കും, 2,20,000
70,000 രൂപ. 2,70,000 ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഇനി ഈ കിട്ടിയ ആപ്ലിക്കേഷൻ മണി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അത് ബാങ്കിലാണുള്ളത്. അത് ആപ്ലിക്കേഷൻ മണിയായിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് ആപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള ജേണൽ എൻട്രി 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. നേരത്തെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ സ്ഥാനത്ത് ഡിബഞ്ചർ ക്യാപിറ്റലാണ്. അവിടെ എഴുതേണ്ട ജേണൽ എൻട്രി 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ അക്കൗണ്ട്. 12% ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ അക്കൗണ്ട്. ഇതാണ് രണ്ടാമത്തെ എൻട്രി. എമൗണ്ട് 2,70,000. അപ്പോൾ ഇവിടെ 30 രൂപ ആപ്ലിക്കേഷൻ്റെ കൂടെ റിസീവ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ബാക്കി 70 രൂപ അലോട്ട്മെൻറ്റ് മണി ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് അടുത്ത് കാണിക്കേണ്ടത്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി ജേണൽ എൻട്രി നോക്കുക. 12% ഡിബഞ്ചർ എന്ന് വെച്ചാൽ ഡിബഞ്ചർ അലോട്ട്മെൻ്റ് ആണ് വരിക. ഇവിടെ ഡിബഞ്ചറിൻ്റെ പേര് 12% ഡിബഞ്ചർ. അപ്പോൾ എഴുതേണ്ടത് തേർഡ് ജേണൽ എൻട്രി ആയിട്ട് 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എമൗണ്ട് ഡ്യൂ 9,000 ഡിബഞ്ചേഴ്സ്. 9,000 പബ്ലിക് അപ്ലൈ ചെയ്തത്. 9,000 ഡിബഞ്ചേഴ്സിന് 70 രൂപ വെച്ചാണ് അലോട്ട്മെൻറ്റ് മണി കിട്ടേണ്ടത്. 9,000 ഡിബഞ്ചറിന് 70 രൂപ വെച്ച് അലോട്ട്മെൻറ്റ് മണി കമ്പനി കളക്ട് ചെയ്യണം. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 6,30,000 കമ്പനി കളക്ട് ചെയ്യണം. അപ്പോൾ തേർഡ് ജേണൽ എൻട്രി 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ അക്കൗണ്ട് 6,30,000. ഇനി ഇത് ബാങ്കിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ എൻട്രിയാണ് ഫോർത്ത് വൺ. ബാങ്കിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അപ് ടു 12% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. എമൗണ്ട് 6,30,000. 6,30,000. 4 ജേണൽ എൻട്രീസാണ് ഇവിടെ വരുന്നത്. ഒന്ന് ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുമ്പോൾ അത് ഡിബഞ്ചർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, പിന്നെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ, ദെൻ അലോട്ട്മെൻറ്റ് മണി കളക്ട് ചെയ്യുമ്പോൾ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അത് കളക്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഇങ്ങനെ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ദെൻ ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറയുന്നത് ഓൾസോ എക്സിബിറ്റ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യാം. അതെങ്ങനെയാണ് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിൻ്റെ പിക്ചർ അടക്കം ഞാൻ സെൻഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, താങ്ക് യു.